ഐക്യജനതാദളിൻ്റെയും TDPയുടെയും MP മാർ NDA പക്ഷത്താണോ അതോ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണോ? പലപ്പോഴും നരേന്ദ്രമോദിക്ക് തന്നെ സംശയമുണ്ട്. നരേന്ദ്രമോദിയുടെ BJPക്ക് അഥവാ BJPയുടെ കക്ഷി നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം. പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കത്തിക്കയറുമ്പോൾ ഒരു മറുപടി പോലും പറയാതെ വല്ലാതെ വിയർക്കുന്ന നരേന്ദ്രമോദിയെ തള്ളി പറയാനും BJP നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നേതൃത്വത്തിൽ ഒരു വിഭാഗം അസ്വസ്ഥരാണ് എന്നുള്ളത് വ്യക്തമാണ്. അവർക്ക് മോദിയെ മാറ്റണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നരേന്ദ്രമോദിയെ മാറ്റിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലുള്ള കാര്യങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ BJP നേതൃത്വം തന്നെ പലരോടും പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുന്നവരാണ്, അതിൽ ഒരു സംശയവുമില്ല. ഗഡ്കരിയെ പോലുള്ളവരെ വലിയ സ്ഥാനത്തിരുത്താതെ അമിത്ഷാ എന്ന ജൂനിയർ താരതമ്യേന പ്രായം കുറഞ്ഞ വ്യക്തിക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെതിരെ ഒരു വലിയ പടപ്പുറപ്പാട് തന്നെ ഉണ്ട്. പാർലമെൻറ്റിൽ തന്നെ ഗഡ്കരി പക്ഷത്തുള്ള കുറേയധികം MP മാരുണ്ട്. അവർ നരേന്ദ്രമോദി പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാനിരിക്കുന്നവരല്ല. അവർ കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളോട് എല്ലാ രീതിയിലും അംഗീകരിക്കുന്നവരാണ് എന്ന് മോദിക്ക് തന്നെ വളരെ വൈകാതെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. സഖ്യകക്ഷികളായ TDPയും JDUവും അസ്വസ്ഥരാണ്. അവർക്ക് മതിയായ പ്രാതിനിധ്യം ക്യാബിനറ്റിൽ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല അവരെ അലട്ടുന്ന വിഷയം. അവരെ ഗൗനിക്കാത്ത BJPയെ തിരിച്ചും എല്ലാ കാര്യത്തിലും ഗൗനിക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. ഒരുപക്ഷെ ഇത് സഭയിൽ വരും ദിവസങ്ങളിൽ NDAക്ക് വലിയ ഭീഷണിയായിരിക്കും നൽകുന്നത്. മാത്രമല്ല NDA ഇങ്ങനെ മുന്നോട്ട് പോയാൽ കെട്ടുറപ്പിൻ്റെ കാര്യത്തിൽ എല്ലാം പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആയതോടുകൂടിയാണ് ഇന്ത്യ മുന്നണി എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് BJPക്ക് മനസ്സിലായത്. അവരിൽ പലരും വളരെ വൈകാതെ തന്നെ ഇന്ത്യ മുന്നണി വിടുമെന്നും ഇന്ത്യ മുന്നണി തകരുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ച BJPക്ക് ഇപ്പോൾ സ്വന്തം കക്ഷികളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ദുരനുഭവം നേരിടുന്നത് സഹിക്കുന്നതിലും അധികമാണ്. BJP നേതൃത്വത്തിൽ തന്നെ പലരും മോദിയോട് ശക്തമായി എതിർപ്പ് കാട്ടിത്തുടങ്ങിയിരിക്കുന്നത് അതിന് ഉദാഹരണമായി തന്നെ കണക്കാക്കാൻ. മോദിക്ക് വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് താനും. മോദിക്ക് ഇനിയുള്ള കാലം സുഗമമായി ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് കാണില്ല. രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത് ഒരു കാര്യമാണ്. ഭഗവാൻ ശിവൻ്റെ പ്രതിരൂപമായി ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഈ ദേശീയ ചിഹ്നം അത് മുദ്ര തന്നെയാണ്, ഭയപ്പെടരുത് എന്നുള്ള ശിവഭഗവാന്റെ വാക്യം. ഭയപ്പെടരുത് എന്നുള്ളത് മാത്രമല്ല, ആരെയും ഭയപ്പെടുത്തരുത് എന്നുള്ളത് കൂടി ഒരു സന്ദേശമാണ്. മോദി കഴിഞ്ഞ 10 കൊല്ലം BJP നേതൃത്വത്തെ ഭയപ്പെടുത്തിയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ BJP അങ്ങനെയല്ല. അദ്ദേഹത്തിനെ ഭയപ്പെടുന്നില്ല, അദ്ദേഹത്തിനെ കൂസുന്നില്ല. ഇതുകൂടി പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ഒരു പരവേശമായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.